Okay, dear children, നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഡാറ്റ റെപ്രസെന്റേഷൻ ആൻഡ് ബൂളിയൻ ആൾജിബ്ര. കാരണം ഫസ്റ്റ് ചാപ്റ്ററിൽ കുറേ ആൻഷ്യൻ നമ്പർ സിസ്റ്റത്തെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ശരിക്കും നമ്മൾ റിയൽ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ റിയൽ ആയിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. അപ്പം നമ്മൾ ഡാറ്റ ഐറ്റംസ് ശരിക്കും കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ പ്രോസസ്സിംഗ് മെഷീനാണ്. അപ്പോൾ ഡാറ്റയെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളുടെ ഈ കൊടുക്കുന്ന ഡാറ്റകൾ എങ്ങനെയാണ് സിസ്റ്റത്തിൽ പ്രോസസ്സ് ചെയ്യുന്നത്, സിസ്റ്റത്തിൽ എങ്ങനെയാണ് ആക്ച്വലി അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ആയിരിക്കാം, വീഡിയോ ആയിരിക്കാം, എന്താ പറയുക, ഓഡിയോ ആവാം, ഇമേജ് ആവാം, നമുക്ക് ഏത് ഡാറ്റയും കമ്പ്യൂട്ടറിലേക്ക് സ്റ്റോർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെ സ്റ്റോർ ചെയ്യുന്നു, നമ്മളൊരു വീഡിയോ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ സ്റ്റോർ ചെയ്യുന്നു, അങ്ങനെ നമ്മളുടെ ഡാറ്റ ന്യൂമറിക്കൽ ഡാറ്റ ആണെങ്കിൽ എങ്ങനെ സ്റ്റോർ ചെയ്യുന്നു, അങ്ങനെ ഡിഫറെൻറ്റ് ഡാറ്റയെ എങ്ങനെയാണ് സിസ്റ്റത്തിൽ ഹാൻഡിൽ ചെയ്യുന്നത്, റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതിലാദ്യം എന്താണ് ഡാറ്റ റെപ്രസെൻറ്റേഷൻ എന്ന് നോക്കാം. ഡാറ്റ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപ്പം നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഹെഡിങ് എഴുതി കഴിഞ്ഞാൽ എന്താണ് ഡാറ്റ റെപ്രസെൻറ്റേഷൻ, ഇതാണത്. ഡാറ്റ റെപ്രസെൻറ്റേഷൻ ഈസ് ദ മെത്തേഡ് യൂസ്ഡ് ഇന്റേർണലി ടു റെപ്രസെൻറ്റ് ഡാറ്റ ഇൻ എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ഡാറ്റ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് പറയുന്ന പേരാണ്, ആ മെത്തേഡിനെ പറയുന്ന പേരാണ് ഡാറ്റ റെപ്രസെൻറ്റേഷൻ. ഇനി നമുക്ക് ഈ ഡാറ്റ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പേഴ്സ് ആയിട്ടുണ്ടാവും, പിക്ചറുണ്ട്, പലതും ഉണ്ട്, പല ഫോർമാറ്റുണ്ട്. അപ്പം നമ്മൾ ആ ഡാറ്റ റെപ്രസെൻറ്റേഷനെ പറയുന്നതിന് മുന്നായിട്ട് നമുക്ക് നമ്പർ സിസ്റ്റത്തെ കുറിച്ച് പഠിക്കേണ്ടി വരും. അപ്പം എന്താണ് നമ്പർ സിസ്റ്റം അല്ലേ? നമ്മൾ ആൻഷ്യൻ നമ്പർ സിസ്റ്റത്തെ കുറിച്ച് പഠിച്ചു, മായൻ നമ്പർ സിസ്റ്റം, ഈജിപ്ഷ്യൻ നമ്പർ സിസ്റ്റം, ഇങ്ങനെ കുറേ നമ്പർ സിസ്റ്റത്തെ കുറിച്ച് പഠിച്ചു. അപ്പോൾ അതിൽ ഇനി നമ്മൾ കുറച്ചും കൂടെ എന്താ പറയുക, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ പോവാണ്. എന്താണ് നമ്പർ സിസ്റ്റം? നിങ്ങൾക്കറിയാം, നമ്മൾ കൗണ്ട് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ആ മെത്തേഡിനെയാണ് പറയുന്ന പേര് നമ്പർ സിസ്റ്റം എന്ന് പറയാം. അപ്പോൾ അതിന് സിമ്പിൾസ് ഉണ്ടായിരുന്നു, അതിൻ്റെ ബേസ് ഒക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ മായൻ സിസ്റ്റത്തിൻ്റെ അതുപോലെ ഈജിപ്ഷ്യൻ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എന്താണ്, അല്ലെങ്കിൽ റാഡിക്സ് എന്താണ്, അതിന് യൂസ് ചെയ്യുന്ന സിമ്പിൾസ് ഏതൊക്കെയാണ്, അങ്ങനെ സീറോ സിമ്പിൾ ആരാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇവിടെ കുറച്ചും കൂടെ നമ്മൾ ആധികാരികമായിട്ട് പറയാണ് എന്താണ് നമ്പർ സിസ്റ്റം. എ നമ്പർ ഈസ് എ മാത്തമാറ്റിക്കൽ ഒബ്ജക്റ്റ് യൂസ്ഡ് ടു കൗണ്ട്, ലേബൽ ആൻഡ് മെഷർ അല്ലേ? നമുക്കൊരു കൗണ്ടിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് നമ്പർ. ഇനി എ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സിസ്റ്റം ഈസ് എ സിസ്റ്റമാറ്റിക് വേ ടു റെപ്രസെൻറ്റ് നമ്പേഴ്സ്. ആ നമ്പേഴ്സ് എങ്ങനെയാണ് സിസ്റ്റമാറ്റിക് മെത്തേഡിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നതാണ് നമ്പർ സിസ്റ്റം. ഇനി നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യുന്ന നമ്പറിൽ എന്തുണ്ട്? നമ്മൾ ചിന്തിച്ചാൽ അറിയാം, നമ്മളിപ്പോൾ എണ്ണാൻ ഉപയോഗിക്കുന്ന 1 2 3, ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്ന 1 2 3 ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്പർ എഴുതാറ്, നമ്മൾ പഠിച്ച് വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്? 1ാം ക്ലാസ് 2ാം ക്ലാസ്സിലൊക്കെ നമ്മൾ 0ഉം 1ഉം 2ഉം ഒക്കെ പഠിച്ചു. ആ ഫിഗർ തന്നെയാണ് ഇന്നും യൂസ് ചെയ്യുന്നത്. നമ്മളായിട്ട് വേറൊരു പിക്ചറൊന്നും അതിൽ ആഡ് ചെയ്തിട്ടില്ല. വേറെ ഫിഗർ ഇപ്പോൾ നിങ്ങൾ 8 അന്ന് പഠിച്ച പോലെ തന്നെ ഇപ്പോഴും എഴുതുന്നത് അതേപോലെ. അപ്പോൾ ഒരു പർട്ടിക്കുലർ സിമ്പിൾസിൻ്റെ ഒരു ഗ്രൂപ്പ് ഈ നമ്പർ സിസ്റ്റം എഴുതാൻ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പം എത്ര സിമ്പിൾസ് ഉണ്ടാവും, അതാണ് അതിൻ്റെ ബേസ് എന്ന് പറയാം. അപ്പം നമ്മൾ അതിനാണ് ബേസ് എന്ന് പറയുക. അപ്പോൾ നമ്പർ സിസ്റ്റം ഹാസ് എ യുണീക്ക് ബേസ്. ഏതൊരു നമ്പർ സിസ്റ്റത്തിനും എന്തുണ്ടാവും? യുണീക്ക് ബേസ് ഉണ്ടാവും അല്ലേ? അത് എങ്ങനെയായിരിക്കും? അതിന് ആ സിസ്റ്റം ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ എത്ര സിമ്പിൾ യൂസ് ചെയ്യുന്നുണ്ടോ ആ സിമ്പിൾസിൻ്റെ എണ്ണമാണ് അതിൻ്റെ ബേസ് ആയിട്ട് പറയുന്നത്. വിച്ച് ഇസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് സിമ്പിൾസ്. ഓക്കെ, അപ്പോൾ അതിനെ പറയുന്ന പേരാണ് എന്താണ്? ദ നമ്പർ ഓഫ് സിമ്പിൾസ് യൂസ്ഡ് ഇൻ എ നമ്പർ സിസ്റ്റം ഈസ് കോൾഡ് ബേസ് ഓർ റാഡിക്സ് ഓഫ് എ നമ്പർ സിസ്റ്റം. അപ്പോൾ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ആ നമ്പർ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത, ഒരു നമ്പർ സിസ്റ്റത്തിന് നമ്പർ ഓഫ് സിമ്പിൾസ് ഉണ്ടാവും. ആ നമ്പർ സിമ്പിൾസിനെ പറയുന്ന പേരാണ് ബേസ്. അതുപോലെ ഇത് എഴുതാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതിന് സിമ്പിൾസ് ആണ്. എത്ര സിമ്പിൾ ഉണ്ട് അതിനെയാണ് ബേസ് എന്ന് പറയുന്നത്. സിമ്പിൾസ് യൂസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ നമ്പർ റെപ്രസെൻറ്റ്. ഇനി ഫസ്റ്റ് നിങ്ങൾക്ക് അറിയുന്ന ഒരു നമ്പർ സിസ്റ്റമാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. ഈ ഡെസിമൽ എന്ന് പറഞ്ഞാൽ 10 ആണ്. ഡെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 എന്ന മീനിങ് ആണ് ഡെസിമൽ നമ്പർ സിസ്റ്റം.
അപ്പോൾ നമ്മൾ പഠിച്ച നമ്പർ സിസ്റ്റമാണ്, നമ്മൾ ഈസി ആയിട്ട് 1ാം ക്ലാസ് മുതലേ യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റമാണ് 0, 1, 2, 3 അങ്ങനെ കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ എത്ര സിമ്പിൾ ഉണ്ട് നോക്കൂ. ദർ ആർ 10 സിമ്പിൾസ് ഇൻ ഡെസിമൽ നമ്പർ സിസ്റ്റം. 0, 1, 2, 3. അപ്പം നിങ്ങൾ എഴുതേണ്ടത് ഡെസിമൽ നമ്പർ സിസ്റ്റം സിമ്പിൾസ് ഏതൊക്കെയാണ്? സിമ്പിൾസ് ഇതാണ്. ഇനി അതിൻ്റെ ബേസ് ഈക്വൽ ടു 10. ഇനി ഒരു എക്സാമ്പിൾ എഴുതാം. അപ്പോൾ 743 അതിനൊരു എക്സാമ്പിൾ ആണ്. 743 നമുക്ക് എങ്ങനെ പറയാം? 700 പ്ലസ് 410 പ്ലസ് 3 വൺസ്. ഇങ്ങനെ പറയുമ്പോൾ എന്താണ്? നമ്മൾ 743 എന്നല്ലല്ലോ വായിക്കുന്നത്, അല്ലേ? 743 എന്നാണ് വായിക്കുന്നത്. അപ്പം എന്താണ്? നമ്പർ ഒരു നമ്പർ സിസ്റ്റം ആണെങ്കിൽ അതിന് എന്തൊക്കെയുണ്ട്? അതിന് സിമ്പിൾ യൂസ് ചെയ്യണം, അല്ലേ? അതിനൊരു ബേസ് ഉണ്ട്, പിന്നെ അതിന് ഓരോ ഡിജിറ്റിനും ഓരോ വാല്യൂ ഉണ്ട്. അതിനെയാണ് നമ്മൾ പ്ലേസ് വാല്യൂ എന്ന് പറയാം. പ്ലേസ് വാല്യൂ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ 1, 10, 100 എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഒരു നമ്പർ സിസ്റ്റത്തിന് എന്തുണ്ട്? പൊസിഷൻ ഉണ്ട്, വെയിറ്റ് ഉണ്ട്. ഓരോ ഡിജിറ്റിനും, ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിലെ ഓരോ സിമ്പിളിനെയും ഡിജിറ്റ് എന്ന് പറയും, അല്ലേ? അതിൻ്റെ വെയിറ്റ് ആണ്. ഓരോ പൊസിഷനും ഓരോ വെയിറ്റ് ഉണ്ട്. അതാണ് പൊസിഷൻ വാല്യൂ എന്ന് പറയാം. അങ്ങനെ പൊസിഷൻ വാല്യൂ ഉണ്ടെങ്കിൽ ആ നമ്പർ സിസ്റ്റത്തെ പറയുന്ന പേരാണ് പൊസിഷണൽ നമ്പർ സിസ്റ്റം. ഓക്കെ. അപ്പോൾ ഓൾ പൊസിഷണൽ നമ്പർ സിസ്റ്റം have a base and the place value of a digit some power of this base. ആ ബേസിന്റെ പവർ ആയിരിക്കും. നോക്കുക 743 എങ്ങനെ എഴുതിയിരിക്കണേ? 7ന് 10ന്റെ പവർ 2, 4ന് 10ന്റെ പവർ 1, 3ക്ക് 10ന്റെ പവർ 0. ഇതെല്ലാം കൂടെ കൂട്ടിയതാണ് 743. നേരെ തിരിച്ചെഴുതാൻ പറ്റില്ലല്ലോ നമുക്ക്. ഇങ്ങനെ തന്നെയാണ് അതിന്റെ വാല്യൂ കിടക്കുന്നത്. 7 hundreds ഉണ്ട്, 4 10s ഉണ്ട്, 3 1s ഉണ്ട്. ഓക്കെ, അതാണ്. അപ്പം നമുക്കൊരു നമ്പറിനെ, ഒരു നമ്പർ സിസ്റ്റത്തെ എങ്ങനെ പറയാം? എങ്ങനെ നിങ്ങൾ എഴുതാം? നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡെസിമൽ നമ്പർ സിസ്റ്റം ആണെങ്കിൽ ആദ്യം അതിൻ്റെ സിമ്പിൾസ് ഏതൊക്കെയെന്ന് എഴുതും, അല്ലേ? സിമ്പിൾസ് ഏതൊക്കെയെന്ന് എഴുതാം നോട്ടിൽ. ഇനി വേറെ നോട്ടൊന്നും ഇല്ല, തന്നെയാണ് സിമ്പിൾസ് ഏതൊക്കെയെന്ന് എഴുതാം. 0 മുതൽ തുടങ്ങുന്ന നമ്പർ 0,1. എൻ്റെ മൗസ് ഇങ്ങനെയാണ്, അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. 2 അങ്ങനെ എഴുതാം. പിന്നെ ഇനി ബേസ് ഏതാണെന്ന് എഴുതാം. ബേസ് ഈക്വൽ ടു എന്താണ്? 10. ക്ലിയർ ആയല്ലോ? ഇനി വേണ്ടത് പൊസിഷൻ വാല്യൂ, അല്ലെ? പ്ലേസ് വാല്യൂ ഉണ്ട് ഇതിന്. പ്ലേസ് വാല്യൂ എങ്ങനെയാണ്? 10ന്റെ പവർ, അല്ലേ? 10 റൈസ് ടു 0, 10 റൈസ് ടു 1 ഇങ്ങനെ പോകുന്നു, അല്ലേ? ഇനി നോക്കാം, ആ ഒരു നമ്പറിന്റെ വെയിറ്റ് നോക്കിയിട്ട് നമ്മൾ പറയാം. അതിന് MST എന്നും LST എന്ന് പറഞ്ഞിട്ട് 2 ഡിജിറ്റ് ഉണ്ടാവും, അല്ലേ? അതായത് ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റ് ഓഫ് എ നമ്പർ ഈസ് കോൾഡ് MST, ലെഫ്റ്റ് മോസ്റ്റ്. ഇനി റൈറ്റ് മോസ്റ്റ് ഈസ് കോൾഡ് LST, ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് എന്ന് പറയും. ഇനി മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റും ഉണ്ട്, ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റും ഉണ്ട്. അപ്പോൾ 743-ലെ ഏറ്റവും മൂല്യമുള്ള വാല്യൂ ഏതാണ്? ഡിജിറ്റ് ഏതാണ്? 7 ആണ്. അപ്പോൾ അതിലെ MST ആരാണ്? 7 ആണ്. അതിൽ ഏറ്റവും മൂല്യം കുറഞ്ഞത് ഏതാണ്? 3 ആണ്. അത് LST ആണ്. ഓക്കെ, നമുക്കിവിടെ ഇങ്ങനെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്പർ 249.367. 249.367. അതിലെ MST ഏതാണ്? LST ഏതാണ്? ഏറ്റവും കൂടുതൽ പവർ ഉള്ള വാല്യൂ ഏതാണോ അതിനെയാണ് MST എന്ന് പറയാം. ഓക്കെ, ഇനി പവർ കുറഞ്ഞത് ഏതാണോ അതാണ് LST എന്ന് പറയും. ഇനി നിങ്ങൾ ഇത് കണ്ട് പേടിക്കണ്ട, ഇത് 10⁻�0. നമുക്ക് എപ്പോഴും ഒരു വോൾ നമ്പറിന്റെ പവർ പ്ലേസ് വാല്യൂ പറയുമ്പോൾ 10⁻�0 ലെഫ്റ്റിലേക്ക് പോകും തോറും സംഖ്യയുടെ വാല്യൂ കൂടി കൂടി വരും. അപ്പൊ 10ന്റെ പവർ ആണ് പ്ലേസ് വാല്യൂ മാറുന്നതെന്ന് പറഞ്ഞു. അപ്പൊ 10⁻�0, 10⁻1, 10⁻2. ഇനി ഇത് പോയിന്റ്, ഇത് ഡെസിമൽ ഫ്രാക്ഷൻ പോയിന്റ് ഇവിടെ കിടക്കുന്നത്, അങ്ങോട്ട് പോകും തോറും കുറഞ്ഞു കുറഞ്ഞു വരും. -1, -2, -3 എന്ന് പറഞ്ഞിട്ട് കുറഞ്ഞു വരും. അപ്പൊ ഇങ്ങനെയാണ് നമ്മളെ LST. അപ്പൊ എന്താണ് LST എന്ന് എഴുതുക, എന്താണ് MST, അല്ലെ? മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? MST, അല്ലെ? അപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ എഴുതി വെക്കുക. ഈ ഒരു നമ്പർ എഴുതിയിട്ട് ഇതിലെ 2 എന്താണ്? ഇങ്ങനെ ഇതേപോലെ കള്ളിയൊക്കെ വരച്ചിട്ട് ഇങ്ങനെ എഴുതുക. ഇതിലെ 2 എന്തായിരിക്കും? MST ആണ്. ഇതിലെ 7 LST ആണ്. ഓക്കെ, ഇനി നമുക്ക് ബൈനറി നമ്പർ സിസ്റ്റം ആണ് പറയാനുള്ളത്. ഇനി ബൈനറി നമ്പർ സിസ്റ്റം, അപ്പൊ ഡെസിമൽ നിങ്ങൾ പഠിച്ചു എന്താണെന്നുള്ളത്. ഈ ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ബൈ എന്നുള്ള അതിന് പേരിൽ തന്നെ അറിയാം, ഡെസിമൽ എന്ന് പറയുമ്പോൾ 10 സിമ്പിൾ ഉള്ളത്, ബൈനറി എന്ന് പറഞ്ഞാൽ 2 സിമ്പിൾ ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബൈനറി നമ്പർ സിസ്റ്റം. അപ്പോൾ 0യും 1ഉം മാത്രമാണ് അതിലെ സിമ്പിൾസ് ആയിട്ടുള്ളത്. ബൈ മീൻസ് 2. അപ്പോൾ നമ്പർ സിസ്റ്റം വിച്ച് യൂസ് ഓൺലി 2 സിമ്പിൾസ് 0 and 1. അപ്പോൾ ഇങ്ങനെ ഇത് സെക്കൻഡ് ബൈനറി നമ്പർ സിസ്റ്റം എന്ന് എഴുതാം. എന്നിട്ട് അതെന്തായിരിക്കും, ഇതാണ് അവിടെ എഴുതേണ്ടത്. എ നമ്പർ സിസ്റ്റം വിച്ച് യൂസ് ഓൺലി 2 സിമ്പിൾസ് 0 and 1 ഫോം നമ്പർ ഈസ് കോൾഡ് ബൈനറി നമ്പർ സിസ്റ്റം. ഇത്ര എഴുതി വെക്കുക, ഇതാണ് അതിന്റെ നോട്ട്. ഓക്കെ, ഒരു എക്സാമ്പിൾ ഇങ്ങനെ എഴുതാം. ഇപ്പൊ നമ്മളിത് എങ്ങനെ വായിക്കാന്നാണ്. വായിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് 1 1 0 1 അങ്ങനെ തന്നെ വായിക്കേണ്ടത്. 1 1 0 1 the base 2 എന്നാണ് വായിക്കുക. അപ്പം നമ്മള് ഇതിന്റെ ബേസ് 2 ആവാൻ കാരണം എന്താണ്, നമുക്കറിയാം നമ്പർ ഓഫ് സിമ്പിൾ എന്താണ്, 2 ആണ്. അത് കാരണം അതിന്റെ ബേസ് എന്താണ്, 2 ആണ്. അപ്പൊ ഈ നമ്പർ സിസ്റ്റം എഴുതി കഴിഞ്ഞാൽ ഇത് എന്താണെന്ന് എഴുതിയതിന്റെ ശേഷം നമ്മൾ എന്ത് എഴുതണം, നമ്പർ ഓഫ് സിമ്പിൾസ്, നേരത്തെ എഴുതിയ പോലെ തന്നെ സിമ്പിൾസ് എന്ന് എഴുതുക. സിമ്പിൾസ് എന്ന് എഴുതിയ ആരൊക്കെ ആയിരിക്കും, സിമ്പിൾസ് എന്ന് പറഞ്ഞിട്ട് ആരോ ഇട്ടിട്ട് എഴുതുക 0, 1. പിന്നെന്താ എഴുതേണ്ടത്, ബേസ്. ബേസ് എന്താ എഴുതുക, ബേസ് 2 അല്ലെ. ഇനി പ്ലേസ് വാല്യൂ. പ്ലേസ് വാല്യൂ എന്തായിരിക്കും, 2ന്റെ പവർ ആയിരിക്കും. 2 raised to 0, 2 raised to 1, 2 raised to ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുക. നേരത്തെ 10 അല്ലേ നമ്മൾ കൊടുത്തിരുന്നത്, അങ്ങനെ. അപ്പൊ നമ്മൾ എങ്ങനെ ഇത് വായിക്കുക, വായിക്കൽ എങ്ങനെയാണ്, ബേസ് 2 അല്ലെ, 1 1 0 1 ബേസ് 2 എന്നാണ് പറയാം. ഇനി ഇതിൽ ഓരോ ഡിജിറ്റിനെ പറയുന്ന പേര് ബിറ്റ് എന്നാണ്. ബിറ്റ് സ്റ്റാൻഡ്സ് ഫോർ ബൈനറി ഡിജിറ്റ്. ബൈനറി ഡിജിറ്റിനെ നമ്മൾ എന്താ പറയാ, ബിറ്റ് എന്നാ പറയാ. അതും കൂടെ മെൻഷൻ ചെയ്യണം. ഇനി നമുക്ക് അതിന്റെ വെയിറ്റ് ഇതുപോലെ ഒരു എക്സാമ്പിൾ എഴുതി വെക്കാം, കള്ളി വരച്ചിട്ട്. ഇപ്പൊ നമ്മൾ 1 1 0 1 അതിനെങ്ങനെ എഴുതും, നമ്മൾ ഈ ലെഫ്റ്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. 2 raised to 0, 2 raised to 1, 2 raised to 2, 2 raised to 3. ഓക്കെ, അങ്ങനെയാണ് അതിന്റെ. അപ്പൊ നിങ്ങൾക്കറിയാം ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് എന്നാ പറയാ, ഡിജിറ്റ് എന്ന് പറയില്ല. കാരണം ഇവിടെ പറഞ്ഞു ബിറ്റ് എന്നാണെന്ന് പറയാം. അപ്പൊ ഈ ലെഫ്റ്റ് മോസ്റ്റ് ഉള്ളതാണ് LSB, റൈറ്റ് മോസ്റ്റ് ഉള്ളത് LSB യും ലെഫ്റ്റ് മോസ്റ്റ് ഉള്ളത് MSB ആണ്. അപ്പൊ നിങ്ങൾ അതിങ്ങനെ മാർക്ക് ചെയ്യും, ഇതിലെ ഇതാണ് MSB, ഇതിലെ ഈ 1 ആണ് LSB. ഓക്കെ, നമുക്ക് ഇതിന്റെ വാല്യൂ കണ്ടെത്താം. നേരത്തെ കണ്ടെത്തിയ പോലെ തന്നെ കണ്ടെത്താം. എങ്ങനെയാണ്, ഇപ്പൊ നിങ്ങൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കൂട്ടി കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ കിട്ടും. അപ്പൊ 1 into 2 raised to 3 plus 1 into 2 raised to 2 plus 0 into 2 raised to 1 plus 1 into 2 raised to 0. അപ്പൊ എന്തായിരിക്കും കിട്ടുക, 8 plus 4 plus 0 plus 1 13. 13 ആണ്. 13 നമ്മൾ ബൈനറിയിൽ ഇങ്ങനെയാണ് എഴുതാറ്. ഓക്കെ, അപ്പൊ MSB എന്താണ്, LSB എന്താണെന്നുള്ളത് മനസ്സിലായി അല്ലെ. ഇനി നമ്മള് ഈ നമ്പറിനെ നമ്മൾ ഇങ്ങനെയാണ് എഴുതുക. നമ്പർ അതിന്റെ കൂടെ ബേസ് എഴുതണം. അല്ലാതെ നമ്മൾ ഇതുവരെ എഴുതിയ നമ്പർ ഇപ്പൊ 146 നമുക്ക് ജസ്റ്റ് 146 എഴുതി കഴിഞ്ഞാൽ അത് അങ്ങനെ വായിക്കാൻ പറ്റും. പക്ഷെ ഇത് അങ്ങനെ വായിക്കാൻ പറ്റില്ല. അത് കാരണം നമ്മൾ ഇങ്ങനെയാണ് ഫോർമാറ്റ്, ഇങ്ങനെയാണ് നമ്പർ എഴുതും, ബ്രാക്കറ്റ് എഴുതിയിട്ട് അടിയിൽ ബേസ് ഇട്ട് കൊടുക്കും. അപ്പൊ അങ്ങനെയാണ് ഇത് വായിക്കാറ്. ബേസ് താഴെ പറയണം, ഇല്ലെങ്കിൽ പിന്നെ ഈ ഒരു നമ്പർ 1101 നമ്മൾ വായിച്ചു പോകും. അതല്ല ശരിക്കുള്ള നമ്പർ. ഇത് പിന്നെ ബേസ് 2 ഉള്ള നമ്പറാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ ബൈനറി യൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്നും കൂടെ ഇവിടെ പറയാം. എന്തുകൊണ്ട് നമ്മൾ ബൈനറി യൂസ് ചെയ്യുന്നു? കാരണം ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ അതിനെ കുറിച്ച് പറഞ്ഞതാണ്, മെഷീൻ ലാംഗ്വേജിനെ കുറിച്ച് പറഞ്ഞതാണ്. ബൈനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1 അല്ലെങ്കിൽ 0 അല്ലെ. അപ്പൊ നമ്മള് 1 and 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീൻ ആണല്ലോ. മെഷീനില് നമ്മൾ പവർ ഓൺ ആക്കുക, പവർ ഓഫ് ആക്കുക, ഇത് മാത്രമേ സിസ്റ്റത്തിന് റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഓൺ ആയ കണ്ടീഷൻ, ഇങ്ങനെ കത്തി നിൽക്കുന്ന കണ്ടീഷനാണ് 1. ഈ ഓഫ് ആയി നിൽക്കുന്നതിനെയാണ് 0 എന്ന് പറയാം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടോ, 1 0 1 0 1 1 0, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ബൈനറി നമ്പർ സിസ്റ്റം ഓൺ ആൻഡ് ഓഫ് മാത്രമേ, മെഷീൻ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഓൺലി ഓൺ ആൻഡ് ഓഫ് സ്റ്റേജ് ഓഫ് ഇലക്ട്രിക് സിഗ്നൽ. ദാറ്റ്സ് വൈ ദ ബൈനറി number system is used in machine, is used as machine language. മെഷീൻ ലാംഗ്വേജ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ബൈനറി ആണ്, അത് കാരണമാണ്. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.